നമ്മളങ്ങനെ യാത്ര ഇപ്പോൾ ജോർദാനിൽ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന സ്ഥലമാണ് ജോർദാനിൽ. റോഡുകളൊന്നും ഒരു വായിക്ക് കൊള്ളില്ല കേട്ടോ നോക്കിയെടുത്തോളം. പക്ഷെ ഇവരൊരു ഇത് നോക്കിയിട്ട് എല്ലായിടത്തും ഡബിൾ ലെയിനാണ് ഉള്ളത്. അപ്പോൾ അപ്പുറ സൈഡിലും വണ്ടികൾക്ക് പോകാം. നമ്മുടെ പോലെ ഒറ്റ റോഡിലല്ല അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ രണ്ട് സൈഡിൽ ഇവിടെ പോകും. ആക്സിഡൻറ്റ് കുറയ്ക്കാണ്ട് അത് ഭയങ്കര സ്പീഡുള്ളവർ ഈ ജോർദാനികൾ. ജോർദാനിൽ ഇപ്പോൾ ഈ അമ്മാൻ സിറ്റി തന്നെ നമ്മളിപ്പോൾ പോയടത്തോളം ഭംഗിയുള്ളൂ കേട്ടോ. വേറെ പിന്നെ പുറത്തേക്കൊന്നും പോയ വേറെ മരുഭൂമി ഇതേപോലെയുള്ള ലോക്കൽ പിടിച്ച ഏരിയകൾ കാണാം. എക്സ്പ്രഷലി പറയാനുള്ള വേറൊരു കാര്യം, ഇത് വരെയായിട്ടുള്ള ഒരു പോലീസ് ചെക്കിങ് കണ്ടില്ല കേട്ടോ ഈ ജോർദാനിൽ. ജോർദാനിൽ ഇപ്പോൾ 3-ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്നത്. പോലീസ് ചെക്കിങ് ഇന്ന് വരെ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്നത് കമന്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം ജോർദാനിൽ വന്നിട്ട്. ഇനി ഈ റോഡിന്റെ നടുക്കിലൊക്കെ അവർ നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടില്ല. പിന്നെ എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പി അറൗണ്ട്, അതായത് ഞാൻ പറഞ്ഞ ജോർദാൻ ദിനാർ എന്ന് പറയും ഇവിടുത്തെ കറൻസി. അപ്പോൾ ഒരു ദിനാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒരു 90 റുപ്പീസ് കൊടുത്താൽ ഇവിടുത്തെ ഒരു ജോർദാനിയൻ റുപ്പീസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നല്ലേ പറയുന്നത്, നാട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എയർപോർട്ടിലൊന്നും എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ ഡോളറോ അല്ലെങ്കിൽ ദിനാർ കിട്ടാൻ അതായിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഈ വലത്ത് സൈഡിലാണ് ഇവിടുത്തെ ഒരു ജയിൽപ്പള്ളിയുടെ ഇടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വലത്ത് സൈഡിലാണ് അതിന് മേളിലൊക്കെ കണ്ടില്ല ഗ്രില്ലൊക്കെ വെച്ചിട്ട് ജയിലിൽ ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ വെൽ ഡിസിപ്ലിൻ ഉള്ള ആളുകളാട്ടെ ഈ ജോർദാനിയൻ പീപ്പിൾസ്. അതുകൊണ്ട് പറഞ്ഞല്ലോ വെൽ ഡിസിപ്ലിൻ ആണ് ഇവരുടെ ഒരു മറ്റൊരു ഹൈലൈറ്റ്. നല്ല ഡിസിപ്ലിൻ നോക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ജോർദാനിയൻ പീപ്പിൾസ്. വേറെ കാര്യമായിട്ട് കാണാനൊന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്തിനാ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർദാനിൽ വരുമ്പോൾ ദിനാറാക്കിയിട്ട് കറൻസി കൺവേർട്ട് ചെയ്ത് തുടങ്ങണം. അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ നമ്മൾ മാറുമ്പോഴേ ഭയങ്കര അല്ല. ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പൈസയാണ് എടുക്കണത്. പൈസ ഇതിപ്പോൾ നമ്മൾ അടുത്തൊരു സിഗ്നലിലെത്തിയില്ല. നേരെ പോണത് നമ്മൾ തുർക്കിയിലേക്കാണ് കേട്ടോ. ഇപ്പൊ നേരെ പോയാൽ അത് തുർക്കിയാണ്. നമ്മളിപ്പോ അങ്ങോട്ട് പോകണല്ലേ, നമ്മളിപ്പോ ലെഫ്റ്റ് തിരിയാണ് അങ്ങോട്ട്. അവിടെ സൈൻ ബോർഡൊക്കെ ഉണ്ട് തുർക്കിയിലേക്ക്. ഇതൊക്കെയാണ് ഈ ജോർദാൻ സിറ്റി കേട്ടാ. പറയത്തക്ക ഒരു കുമ്പുള്ള സ്ഥലമൊന്നുമല്ല ജോർദാൻ, ഒരു ഏവറേജ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ മുംബൈ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്ഥലമല്ലേ. മുംബൈ പോലത്തെ ഒരു സ്ഥലമേ അല്ലത്. മുംബൈ എന്നൊക്കെ വലിയ ബിഗ് സിറ്റിയാണ്. എന്ത് തിരക്കാ പിന്നെ. അങ്ങനത്തെ ഒരു നാടാണ് മുംബൈ.